പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർഗീയമായ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആയിരിക്കുവാനും കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യത്തിലും മധ്യസ്ഥത്തിലുമായിരിക്കുവാനും ഞങ്ങളെ അനുവദിച്ചിരിക്കുന്ന നല്ല ദൈവമേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അങ്ങേക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. സകല വിശുദ്ധരെ മാലാഖമാരെ അമ്മയോട് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പ്രത്യേകമാം വിധത്തിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആഭിചാര്യങ്ങൾക്കെതിരെയാണ്. ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം എന്നീ പൈശാചിക പ്രവൃത്തികൾ കൊണ്ട് അനേകം കുടുംബങ്ങളും അനേകം മക്കളും തകർന്നു പോയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പോരാടണം. നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളണം. കാരണം തിന്മയെ, പിശാചിനെ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണ് ആഭിചാര്യ പ്രവൃത്തി. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണ്. അതായത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകുക അരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ആഭിചാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല മക്കളും ആഭിചാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഇനി ചില മക്കള് ആഭിചാര്യത്തിന്റെ അവസ്ഥയിൽ പെട്ടുപോയവരുണ്ട്. അവർ എനിക്കിട്ട് ആഭിചാര്യം ചെയ്തു, കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു എന്ന് പറഞ്ഞ് പേടിക്കുന്നവരും ചില മക്കൾ അത് ചെയ്യുന്നവരും. ഇവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അറിയണം, അതായത് ആഭിചാര്യം എനിക്കെതിരെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടുന്നവരോട് ഇന്ന് കർത്താവ് പറയാണ്, നീ അറിയണം, നിന്റെ ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാൻ നിന്റെ ദൈവമാണ്, കർത്താവാണ്. അതുകൊണ്ടാണ് സംഖ്യയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനത്തിൽ ബാലാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബിന് ആഭിചാര്യം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. അതിന് കാരണമുണ്ട്. എന്താണ്? ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനം, ആ ജനം ദൈവത്തിൻ്റെതായി അതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബാലാക്കുന്ന രാജാവ് ബാലാമിനെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പറയുന്നത്. ശപിക്കാൻ അവന് പറ്റുന്നില്ല. കാരണം പറയാണ്, ഈ ജനം ദൈവത്തിന്റെ ജനം, അവർ വേറിട്ട് പാർക്കുന്നു, അവർ ഇടകലരാതെ ജീവിക്കുന്നു, അവർ തിന്മയില്ലാതെ ജീവിക്കുന്നു, അവർ അകൃത്യമില്ലാതെ ജീവിക്കുന്നു. അതുകൊണ്ട് അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് യാക്കോബ് എന്ന് പറയുന്നവൻ ഈ വക കാര്യങ്ങളിൽ ജീവിക്കുന്നവനും കർത്താവ് കൂടെയുള്ളവനുമാണ് യാക്കോബ്. ആ യാക്കോബാണെങ്കിൽ അവന് ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രവൃത്തി ഒന്നും ഏൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ, ഞാൻ നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് സർവശക്തനായ ദൈവം. ആ ദൈവം കൂടെയുള്ളപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞെ, ആരൊക്കെ നിനക്കിട്ട് ആഭിചാരം ചെയ്താലും മന്ത്രവാദം ചെയ്താലും കൂടോത്രം ചെയ്താലും അതൊന്നും നിനക്ക് ഏൽക്കത്തില്ല. പക്ഷേ നീ യാക്കോബാകണം,
അതിനുവേണ്ടി വേറിട്ട് പാർക്കണം, ഇടകലരാതെ ജീവിക്കണം. തിന്മയില്ലാതെ ഈ വചനമനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നീ ജീവിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹമാണ്, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാവും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തെങ്കിലും ഏൽക്കോ? അതാണ് ഒരു മേഖല. ഇനി രണ്ടാമത്തെ മേഖല, ഈ ദൈവത്തെ വിട്ട് ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ, അനേകം സത്യവിശ്വാസികൾ എന്ന് പറയുന്ന അനേകം മക്കള് ഈ ദൈവത്തെ വിട്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തെ വിട്ട് മറ്റു പല ശക്തികളുടെയും പിന്നാലെ പോയ ഒത്തിരി അനുഭവങ്ങൾ അറിയാം. അതിന് അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന മക്കളെയും അറിയാം. ചാത്തൻ സേവ, കൂടോത്രം, ആഭിചാര്യം, ക്ഷുദ്രപ്രവൃത്തി, ഇതുപോലെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഒരു വശത്ത്, മറുവശത്ത് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം വന്നു, പോരായ്മ വന്നു, ബിസിനസ്സിൽ ഒരു ഗതിയില്ല, അല്ലെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നം, അപ്പോഴേക്കും ആരോ പറഞ്ഞു അവിടെ പോ, ഇവിടെ പോ, അങ്ങോട്ട് പോ, ഇത് ചെയ്, ഇങ്ങനെ ചെയ്, ഹോമം നടത്ത്, മന്ത്രവാദം ചെയ്, കൂടോത്രം ചെയ്, ക്ഷുദ്രം ചെയ്. അതിൻ്റെ പിന്നാലെ പോയിട്ട് അതും ഇതും കൊണ്ടുവന്ന് കുഴിച്ചിടുകയും പല പല ഹോമങ്ങൾ നടത്തുകയും ചെയ്ത അനേക മക്കളെ അച്ഛനറിയാം. അച്ഛൻ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? അതിലേക്ക് പിന്നാലെ പോയി അതിൻ്റെ പൈശാചിക ബന്ധം. ഒരു കാര്യം ഓർത്തോ, സത്യവിശ്വാസി ജ്ഞാനസ്നാനം സ്വീകരിച്ച്, കൂദാശകൾ സ്വീകരിച്ച്, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അതുപോലെ ജീവിക്കാതെ അവൻ ഈ കർത്താവിനെ വിട്ടിട്ട് മറ്റൊരു ശക്തിയുടെ പിന്നാലെ പോയാൽ അവൻ്റെ ജീവിതത്തിൽ താൽക്കാലികമായ ചില ഭൗതിക നേട്ടങ്ങൾ ഈ പിശാചിനും കൊടുക്കാൻ പറ്റൂലോ. അവൻ കൊടുത്താലും ആത്യന്തികമായിട്ട് അല്പം കഴിയുമ്പോൾ അവൻ്റെ കുടുംബം നശിക്കും, ജീവിതം നശിക്കും, തകർന്ന് തരിപ്പണമാകും. അങ്ങനെ തരിപ്പണമായി കഴിയുമ്പോൾ ആണ് പല മക്കളും അച്ഛൻ്റെ അടുത്തേക്ക് വരിക, അച്ഛന്മാരുടെ അടുത്തേക്ക് വരിക. പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ വിട്ട് ഒരിക്കലും ഒന്നിൻ്റെയും പിന്നാലെ പോകരുത്. ഇനി ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ എന്ത് ചെയ്താലും അതിനെ ചൊല്ലി നീ ഭയപ്പെടുകയും അരുത്. കാരണം നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്ന് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ നാശത്തിന്റെയും തകർച്ചയുടെയും സഭയിലെ വിശ്വാസത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തകർച്ചകൾ നമ്മൾ കാണുന്നു. പൗരോഹിത്യത്തില്, വിശ്വാസ ജീവിതത്തില്, കൂദാശ ജീവിതത്തില്, സഭാത്മക ജീവിതത്തില്, കുടുംബ ജീവിതത്തില് എല്ലാം തകർച്ചകളാണ്. എല്ലാം തകർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പിന്നിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ വിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ആകുന്നു പോയതാണ്. അതുകൊണ്ടാണ് 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവമായ കർത്താവ് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ അടിസ്ഥാനമിട്ടാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകുകയരുത്. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തെക്കാൾ വലിയ സ്ഥാനം സമ്പത്തിനോ മറ്റ് ആരാധനകൾക്കോ സൗകര്യങ്ങൾക്കോ വ്യക്തികൾക്കോ ജോലിക്കോ ബിസിനസ്സിനോ ഒന്നിനും കൊടുക്കരുത് പ്രിയപ്പെട്ട മക്കളെ. അതോടൊപ്പം തന്നെ മറ്റു പല ശക്തികളെ ആശ്രയിക്കരുത്, വിശ്വസിക്കരുത്. ചാത്തൻ സേവ, കൂടോത്രം, അവിടെ പോയ ശരിയാവും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. ദൈവത്തിൽ ഉറച്ച് നീ വിശ്വസിക്കണം. ദൈവത്തിന്റെ തിരുനാമം നീ വൃഥ പ്രയോഗിക്കരുത്. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തൻ്റെ മക്കളോട് പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ. ഈ ദൈവത്തെ വിട്ട് പോയതാണ് എല്ലാ നാശത്തിൻ്റെയും തകർച്ചയുടെയും കാരണം. ഈ ദൈവത്തെ വിട്ട് മറ്റു പലതിൻ്റെ പിന്നാലെ പോയി. ഇസ്രായേൽ ജനത്തിന്റെ തകർച്ചയിൽ നോക്കിക്കോ, അവരുടെ ഏറ്റവും വലിയ പാപമാണ് അവർ ദൈവത്തെ വിട്ട് ബാലിന്റെ പിന്നാലെ, അഷേരയുടെ പിന്നാലെ, അതോടൊപ്പം തന്നെ മറ്റു മതവിഭാഗങ്ങളുടെ പിന്നാലെ, അവരുടെ ആരാധനയുടെ പിന്നാലെ, അവരുടെ ബലിയർപ്പണത്തിന്റെ പിന്നാലെ, അവരുടെ ഉത്സവങ്ങളുടെ പിന്നാലെ ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ പോയോ അപ്പോഴൊക്കെ കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. സംഖ്യയുടെ പുസ്തകത്തിൽ തന്നെ 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ഷിത്തിമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായിട്ട് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു. അതിനുശേഷം ആ സ്ത്രീകളിലൂടെ അവരുടെ ദൈവത്തിനും ആരാധനയ്ക്കും പെയോറിലെ ബാലിനും അവർ ബലിയർപ്പിച്ചു. അപ്പോൾ കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിക്കുകയും ഒരു മഹാമാരി അയച്ച് കർത്താവ് 25,000-ഓളം പേരെ കൊന്നൊടുക്കി. അവിടെ കാണുന്നുണ്ട് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അസഹിഷ്ണുവായ ദൈവമാണ്.
ദൈവം തൻ്റെ മക്കളെ സൃഷ്ടിച്ചത് ദൈവത്തോട് ചേർന്ന്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ വേണ്ടിയാ. അത് ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. അല്ലാതെ അതിനെ വിട്ടിട്ട്, ആ ഒരു തലം വിട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മറ്റൊരു ശക്തിയെ, മറ്റൊരു വ്യക്തിയെ, മറ്റൊരു വിശ്വാസത്തെ ആശ്ലേഷിക്കുന്ന പ്രവൃത്തിയാണ് ആഭിചാര്യം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടോത്ര, ക്ഷുദ്ര പ്രവൃത്തി, കുഴിമാട സേവ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തെ വിട്ട് മറ്റൊരു ശക്തിയുടെ പിന്നാലെ പോകുക, മറ്റൊരു വ്യക്തിയുടെ പിന്നാലെ പോകുക, മറ്റൊരു വിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുക, അത് ആഭിചാര്യത്തിൻ്റെ വലിയ മേഖലയാണ്. അത് നമ്മുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ തകർത്ത് കളയും എന്നുള്ളതിന് ഒരു സംശയവുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷം മുതൽ ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കാതെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ യോസേപ്പിതാവ് സംശയിക്കുന്നു എന്ന് പറയുന്ന ആ സമയത്തും ഒത്തിരി തിരസ്കരണങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, കുരിശ് എല്ലാം ഉണ്ടായപ്പോഴും മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാൻ പരിശുദ്ധ അമ്മ പോയില്ല. മറ്റൊരു ശക്തിയെ ആശ്രയിക്കാൻ പരിശുദ്ധ അമ്മ പോയില്ല. എനിക്ക് തെറ്റിപ്പോയോ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ട് പഴിച്ചുപേക്ഷിക്കാനും പരിശുദ്ധ അമ്മയ്ക്കിടയായില്ല. കാരണം അമ്മയ്ക്കറിയാം, അമ്മ ദൈവത്തെ അതുപോലെ ആരാധിച്ച് അറിഞ്ഞ് സമർപ്പിച്ചവളാണ്. ഈ കാലഘട്ടത്തിൽ ഈ തലവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമുണ്ട്. രാജകുമാര പുസ്തകത്തിൽ ഒരു ബാലെന്ന് പറഞ്ഞ ഒരു ദേവനുണ്ട്, ഭയങ്കര കള്ളനവൻ. അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം, ഞാനാണ് സത്യദൈവം എന്ന് പറ്റിക്കും. അങ്ങനെ അവൻ ഇസ്രായേൽ ജനത്തെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ടോക്കി കണ്ടു, ഇസ്രായേൽ ജനത്തെ മുഴുവനും ഇവൻ പറ്റിച്ചു. ഏലിയായുടെ കടന്നുവരവും കർമ്മലിലെ ബലിയർപ്പണമൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കർമ്മലീത്തൻ എന്നുള്ള ടോക്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ അച്ഛൻ പറയണ്ടേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പിശാച് പറ്റിച്ചു. ഇതുപോലെ ഇന്നും ഈ കാലഘട്ടത്തിൽ സത്യദൈവത്തെ മറ്റൊന്നായിട്ട് കാണാനും അതിനനുസരിച്ച് ചിന്തിക്കാനുമുള്ള ഒരു പഠിപ്പിക്കൽ. ഫോർ എക്സാമ്പിൾ, ഈസാ നബിയും യേശുവും ഒരാളാണ്, അള്ളായും നമ്മുടെ ദൈവവും ഒരാളാണ്, ഒരു ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വലിയ തെറ്റായ പഠിപ്പിക്കൽ ഇന്ന് ഈ കാലഘട്ടത്തെ അനുഭവം കൊണ്ട് നമുക്കറിയാം. ഒത്തിരി നമ്മൾ ഈ പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കുന്നു, ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിയണം. യാതൊരു ബന്ധവുമില്ലാത്ത പല വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മുടെ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, സത്യദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനുള്ള വലിയ പൈശാചികത ഇന്ന് ഈ ലോകത്തിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പല പുസ്തകങ്ങളും അതെടുത്ത് ഇതെടുത്ത് അവിടുന്ന് മാറ്റിവെച്ച് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, നമ്മുടെ ദൈവം ഒറ്റ കാര്യം മതി. ക്രിസ്ത്യാനികളായ നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. അച്ഛൻ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനികൾ ഏകദൈവ വിശ്വാസികളോ എന്നൊരു ചോദ്യത്തിൽ ഒരു ടോക്കിട്ടിട്ടുണ്ട്. അത് കണ്ടാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ ദൈവത്തെ വിട്ട് പിതാവിന്റെ പ്രവൃത്തി, പുത്രന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ത്രിയേക ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തി അത് സ്വന്തമാക്കി ജീവിക്കേണ്ട ക്രിസ്ത്യാനി ഇന്ന് പ്രിയപ്പെട്ട മക്കളെ അത് വിട്ടിട്ട്, ഈ വിശ്വാസം വിട്ടിട്ട്, ഈ രക്ഷാകര പദ്ധതി വിട്ടിട്ട് അതും ഇതും ശരിയെന്ന് പറഞ്ഞ് അതിനെ ഫലിപ്പിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ഗതികെട്ട ദുരന്തമുണ്ട്. ആഭിചാര്യത്തിന്റെ മറ്റൊരു മേഖല. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരരെ, സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് ഇടയാകണം. നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ കരുണ, ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി കുരിശിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടു. ആ വെളിപ്പെടുത്തി കിട്ടിയ സത്യ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി, കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട ആ വലിയ ജീവന്റെ സമൃദ്ധി, രക്ഷ സ്വന്തമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഞാൻ പറയും, ഒരു തിന്മയ്ക്കും ഒരു പിശാചിനും നമുക്ക് കീഴടക്കാൻ സാധ്യമല്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, കുരിശിൽ തീരാത്ത ഒരു പ്രശ്നം നമുക്കില്ല. അതുകൊണ്ട് തന്നെ കുരിശിലെ ബലി, തിരുരക്തത്തിന്റെ ശക്തി, കുരിശുമരണത്തിന്റെ ശക്തി, അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ സ്വന്തമാക്കിയെടുത്താൽ പ്രിയപ്പെട്ട മക്കളെ, സത്യമായിട്ടും ഞാൻ പറയാ, ഒരു ആഭിചാര്യത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു ക്ഷുദ്ര പ്രവൃത്തിക്കോ ഒരു ക്ഷുദ്ര ശക്തികൾക്കോ നമ്മയോ നമ്മുടെ കുടുംബങ്ങളെയോ ജീവിതങ്ങളെയോ തകർക്കാനോ തടസ്സപ്പെടുത്താനോ നശിപ്പിക്കാനോ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഇന്ന് കഷ്ടമേ എന്ന് പറയട്ടെ,
നമ്മുടെ മക്കള് ഈ സത്യം അറിയാതെ ഈ സത്യദൈവത്തെ വിട്ട് മറ്റു പലതിൻ്റെ പിന്നാലെ പോയി. പാവപ്പെട്ട മക്കള് ഇങ്ങനെ പോയാലുണ്ടല്ലോ മക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പിശാചിൻ്റെ വലിയ പ്രവൃത്തികളാണ്. പിശാചിന് അവകാശം കിട്ടുക, പിശാചിന് അവസരം കിട്ടുക നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ വസിക്കുന്ന വീട്ടിൽ, മണ്ണിൽ. അതുകൊണ്ട് അഭിചാരിയുമായിട്ട് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ട് എന്തിൻ്റെ പിന്നാലെ പോയി എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും പ്രവൃത്തികളോ ചെയ്താൽ അതിലൂടെ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സഭയിലേക്കും വിശ്വാസത്തിലേക്കും പിശാചിന്, സാത്താന് അവസരം കിട്ടുക. അവൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശക്തമായി കണ്ടു. കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക. അതുകൊണ്ട് ആഭിചാര്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങളിലൂടെ സത്യദൈവത്തിൽ നിന്ന് മനുഷ്യ മക്കളെ അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ട് ബാലെന്ന കള്ള ദൈവത്തെ പോലെ ഒത്തിരിയേറെ പിശാചികളും പൈശാചിക പ്രവൃത്തികളും അതിന് ചേർന്ന് പോകുന്ന ചാത്തൻ സേവക്കാരും മന്ത്രവാദികളും ഒത്തിരി ആഭിചാര്യ പ്രവർത്തകരും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ അറിയുക. അതോടൊപ്പം തന്നെ പിശാചിനെ ആരാധിക്കുന്ന മക്കളുണ്ട്. പിശാചിനെ വണങ്ങുന്നവര്, പിശാചിനെ ആരാധിക്കുന്നവര്, പിശാചിനെ പ്രവർത്തികൾ ചെയ്ത് അവന് അടിമകളായിട്ട് അവനുമായിട്ട് ഉടമ്പടി ചെയ്തവര്, ബ്ലാക്ക് മാസ് പോലെയുള്ളതും പിന്നെ ഈ പൈശാചിക ആരാധനയുമായി ബന്ധപ്പെട്ട ഒത്തിരി അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ സത്യദൈവത്തിൽ ഉറച്ചു നിൽക്കുക, ത്രിയേക ദൈവത്തെ അറിയുക, അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുക. അവിടെ നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. ദൈവത്തോട് ചേർന്ന് പരിശുദ്ധാമ്മയെ പോലെ നിൽക്കുക. അമ്മ കൂപ്പുകരങ്ങളോടെ കുരിശിന്റെ ചുവട്ടിലും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും കൂപ്പുകരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. കൂപ്പുകരങ്ങളോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വേദനയിൽ, തകർച്ചയിൽ, രോഗപീഠകളിൽ, പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിന്നാൽ പ്രിയപ്പെട്ട മക്കൾ, ദൈവം ഇടപെടും. ചിലപ്പോഴൊക്കെ ഈ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി ദൈവം ചില ടെസ്റ്റുകൾ തരും. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് പെട്ടെന്ന് നയിക്കാമായിരുന്നു. ചെങ്കടലിലൂടെ കടത്തിക്കൊണ്ട് പോകേണ്ടിയിരുന്നില്ല. എന്നാൽ ദൈവം ചെങ്കടലിലേക്ക് നയിച്ചു. ഇരുവശങ്ങളിലും ഭയങ്കര പാറക്കെട്ട്, മുമ്പില് ചെങ്കടല്, പിന്നില് ഈജിപ്ത് സൈന്യം. ഈ സമയത്ത് ഈ ജനത്തിന് ആശ്രയിക്കാൻ ആരുമില്ല. ജനം പിറുപിറുക്കുന്ന അവസ്ഥയാണ്. അവിടെ ദൈവം ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവം എന്നിൽ വിശ്വസിക്കുക, ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ആ സമയത്ത് ജനം മോശയ്ക്കെതിരെ പിറുപിറുക്കുക. പക്ഷേ മോശ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിച്ചു. ഈ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ ദൈവത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില പ്രലോഭനങ്ങൾ, ചില തകർച്ചകൾ, ചില രോഗങ്ങൾ, മഹാമാരികൾ എല്ലാം അനുവദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് കരങ്ങൾ ഉയർത്തി, ചങ്കു തുറന്ന്, ഹൃദയം തുറന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നീ ഇടപെടണം, നീ അല്ലാതെ മറ്റാരുമില്ല, നീ അല്ലാതെ ആശ്രയമില്ല, നിനക്ക് രക്ഷിക്കാൻ സാധിക്കും, നീ സർവശക്തനാണ് എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇടപെടും. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും ഒരിക്കലും നമ്മൾ ആഭിചാര്യത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ പിന്നാലെ പോകത്തില്ല. അങ്ങനെ പോയാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് പിശാചിൻ്റെ കടന്നുവരവാണെന്നറിയുക. ഇനി അങ്ങനെ കൊണ്ടുവന്ന് വച്ചാൽ നീ മരിച്ചാലും നിന്റെ വരും തലമുറകളിൽ, നീ വസിക്കുന്ന വീട്ടിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട മണ്ണിൽ പിശാചിൻ്റെ അവകാശം അവിടെ സ്ഥാപിക്കും. അവൻ പിന്നെ ആ മണ്ണിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട മക്കളെയും നശിപ്പിക്കുന്ന, കൊല്ലുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആ ദേശത്തെ, ആ നാടിനെ, ആ മണ്ണിനെ, ആ വീടിനെ, ആ കുടുംബത്തെ, ആ പാരമ്പര്യത്തെ അവൻ നശിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിനം പരിശുദ്ധാമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടും എളിമയോടും കൂടെ ഒരു നല്ല തീരുമാനമെടുക്കാം. ഒരു കാരണവശാലും ദൈവത്തെ വിട്ട് ഞങ്ങൾ മറ്റൊന്നിൻ്റെ പിന്നാലെ പോകത്തില്ല. എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ട് ആഭിചാര്യത്തിൻ്റെയോ മറ്റ് ഒരു ദൈവിക നിന്ദയുടെയോ പ്രവൃത്തികളുടെ പിന്നാലെ പോകത്തില്ല. ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ ദൈവത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചെങ്കടലാണേലും മരുഭൂമിയാണേലും തീച്ചൂളയാണേലും ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൂപ്പുകരങ്ങളോടെ ഞാൻ നിൽക്കും എന്ന് തീരുമാനമെടുക്കുക. ഏതെങ്കിലും മക്കൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവത്തെ വിട്ട് ഏതെങ്കിലും ആഭിചാരത്തിൻ്റെ പിന്നാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ, ചിലപ്പോൾ മന്ത്രച്ചരട്, തകിട്, ചില വസ്തുക്കൾ എന്തെങ്കിലും വീട്ടിലോ നിങ്ങളുടെ ശരീരത്തിലോ കുടുംബത്തിലോ കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ
എത്രയും പെട്ടെന്ന് അതെടുത്ത് ഏതെങ്കിലും അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് പറഞ്ഞ് കൊടുത്ത് അത് നിർവീര്യമാക്കി അത് കളയണം. ഈ ആഭിചാര ക്ഷുദ്ര വസ്തുക്കളിലൊക്കെ ഒരു പിശാചിനെ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണ് ആവാഹിച്ചെടുക്കുന്ന പ്രവൃത്തി എന്നൊക്കെ പറയും. അതിലൊരു അരൂപിയുണ്ട്. അത് കണ്ണി കണ്ട വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് നിർവീര്യമാക്കി കളയണം. നിർവീര്യമാക്കി കളഞ്ഞാലേ ആ ശക്തി പോകത്തുള്ളൂ. അല്ലെങ്കിൽ വസ്തു പോകും, ശക്തി പോകത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അഭിഷിക്തരുടെ അടുക്കൽ കൊണ്ടുചെന്ന് അച്ഛനോട് പറയണം, അച്ഛനൊരു സംഭവമാണ്, ഒന്ന് പ്രാർത്ഥിക്കണം വെച്ചാൽ ഞങ്ങൾ ഈശോ അതിനടിച്ച് കുമ്പസാരിച്ച് അതിനെ നിർവീര്യമാക്കി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വലിയ വിശുദ്ധിയിൽ കർത്താവിനെ കൊണ്ട് നിൽക്കണം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മയെ വിളിച്ച് ജപമാല ചൊല്ലി ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ മണ്ണിലേക്ക് ഈ ആഭിചാര്യം, ഈ മന്ത്രവാദം, ഈ കൂടോത്രം ചെയ്ത ഈ മണ്ണിലേക്ക്, ഈ വീട്ടിലേക്ക്, ഈ ശരീരത്തിലേക്ക് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞ സാന്നിധ്യമായി കടന്നു വരും. അപ്പോൾ പിന്നെ അതെല്ലാം മാറും. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കും, ഈശോയിലേക്ക് ചേർത്ത് പിടിക്കും. മാത്രമല്ല അമ്മയുടെ കൃപകൾ കൊണ്ട് നിറച്ച്, അമ്മയുടെ പുണ്യങ്ങൾ കൊണ്ട് നിറച്ച് നമ്മെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിട്ട് സമർപ്പിക്കും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വന്നുപോയ വീഴ്ചകളോർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. സഭയിലും വിശ്വാസത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഒന്നാം പ്രമാണ ലംഘനത്തിൽ നിന്ന് അകന്ന് മറ്റു ശക്തികളുടെ പിന്നാലെ പോയി ആഭിചാര്യത്തിന്റെ പ്രവർത്തികൾ ചെയ്തതിനോർത്തൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലായ്പ്പോഴും നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവാണ്. പക്ഷേ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം, എളിമയോടുകൂടി കർത്താവിലേക്ക് വരണം. ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് അന്യദൈവത്തെ ആരാധിച്ചു പോയപ്പോഴൊക്കെ അവർക്ക് തകർച്ചകളും തോൽവികളും മഹാമാരിയും ഈവൻ പ്രവാസത്തിൽ പോലും പോകേണ്ടി വന്നു. എന്നാൽ എപ്പോൾ ആ ജനം അനുദപിച്ച് പറ്റിപ്പോയി ദൈവമേ കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവം അവരുടെ ജീവിതത്തിൽ അതിശക്തമായി ഇടപെട്ടു. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല തീരുമാനങ്ങൾ എടുക്കാം, തമ്പുരാന്റെ കൂടെ നിൽക്കാം, അമ്മയോട് ചേർന്ന് നിൽക്കാം. സൈന്യാധിപയായ വലിയ ശക്തിയോടെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മെ സഹായിക്കും. നമുക്ക് അമ്മയോട് കൂടെ ആരാധനയായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങ് സത്യദൈവമാണ്, അങ്ങാണ് ഏകദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രത്യേകമാം വിധത്തിൽ അങ്ങയെ വിട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോയ, അങ്ങയിൽ വിശ്വസിക്കാതെ മറ്റു പലതിനെയും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെയോർത്ത്, വഴിതെറ്റിപ്പോയ അങ്ങയിൽ നിന്ന് അകന്നു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈശോയെ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു, അങ്ങയിൽ വളരുവാൻ വേണ്ടി ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്തു. എന്നാൽ പലപ്പോഴും കർത്താവേ, അങ്ങയോട് ചേർന്നിരിക്കാതെ ലോകത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ പിന്നാലെ, സാത്താന്യ ശക്തികളുടെ പിന്നാലെയൊക്കെ പോയി ആഭിചാര്യത്തിലും മന്ത്രവാദത്തിലും കൂടോത്രത്തിലും ക്ഷുദ്രപ്രവൃത്തിയിലും ഒക്കെ അകപ്പെട്ടു പോയ ഓരോ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഞങ്ങൾ വസിക്കുന്ന മണ്ണിൻ്റെ മേലും ഒക്കെ കരുണയായിരിക്കണമേ കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ, ചിലപ്പോഴെങ്കിലും അങ്ങയിൽ നിന്ന് അകന്ന് അങ്ങയിൽ വിശ്വാസം അർപ്പിക്കാതെ ചില സംഭവങ്ങൾ, ചില എതിർപ്പുകൾ, ചില ആഭിചാര്യ ക്രിയകൾ ഞങ്ങൾക്കെതിരെ ഉണ്ടായപ്പോൾ ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട്, ഭയന്നു പോയിട്ടുണ്ട്. കർത്താവേ, അങ്ങ് കൂടെയുണ്ടെങ്കിൽ യാക്കോബിന് ആഭിചാര്യം ഏൽക്കാത്തതുപോലെ ഞങ്ങൾക്കും ആഭിചാര്യം ഏൽക്കത്തില്ലെന്നുള്ള വലിയ സത്യം ഞങ്ങൾ ചിലപ്പോഴെങ്കിലും മറന്നുപോയിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട സകല മേഖലകളെയും
അതിലൂടെ വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും പാപങ്ങളെയും എല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം അങ്ങയോടുകൂടെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ മാത്രം ശരണപ്പെട്ട് അങ്ങയിൽ ഉറപ്പിക്കപ്പെട്ടതായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങ് കൂടെ വന്ന് ആഭിചാരത്തിൻ്റെ ശക്തികളെ നിർവീര്യമാക്കി, എല്ലാ ക്ഷുദ്ര ശക്തികളെയും നിർവീര്യമാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും വലിയ വിടുതൽ നൽകി, സൗഖ്യം നൽകി, രക്ഷ നൽകി, ജീവൻ നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി. യേശുവേ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ അങ്ങയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.